ഹായ്, ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നമ്മൾ സ്ലീവ്ലെസ് ടോപ്പൊക്കെ ചെയ്യുന്ന സമയത്ത് ആം ഹോളും അതുപോലെ ഷോൾഡറും നല്ല പെർഫെക്റ്റോട് കൂടിയിട്ട് തയ്യൽ തുമ്പൊന്നും കാണാത്ത രീതിയിൽ പുറത്തേക്ക് സ്റ്റിച്ചൊന്നും കാണാത്ത രീതിയിൽ എങ്ങനെ ചെയ്യാൻ നോക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ആദ്യം തന്നെ ഇതേപോലെ നമ്മൾ നോർമലായിട്ട് ചുരിദാർ കട്ട് ചെയ്യുന്ന പോലെ തന്നെ ചുരിദാറൊക്കെ മെറ്റീരിയൽ കട്ട് ചെയ്തതിന് ശേഷം അതിൻ്റെ നല്ല വശത്ത്, അതായത് മെയിൻ ക്ലോത്തിൻ്റെ നല്ല വശത്ത് നമ്മൾ ലൈനിങ് ഇതുപോലെ കട്ട് ചെയ്തിട്ട് വെച്ച് കൊടുക്കട്ടോ. അതായത് ഫുൾ പിൻ ചെയ്തിട്ട് എടുക്കുകയും ചെയ്യണം കേട്ടോ. അപ്പോൾ നെക്ക് ഞാൻ ബാക്ക് പാർട്ട് മാത്രം കട്ട് ചെയ്തിട്ടുണ്ട്, ഫ്രണ്ട് പാർട്ട് ഞാൻ ക്യാൻവാസിലായിട്ടും കട്ട് ചെയ്തിട്ട് ഇതുപോലെ വെച്ചേക്കുന്നത്. അതിൻ്റെ ശേഷം എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതേപോലെ നമ്മൾ ഇതിപ്പോൾ ബാക്ക് പാർട്ട് ആയ കാരണം കൊണ്ട് ഞാൻ ലൈനിങ്ങിൻ്റെ കട്ട് ചെയ്ത കാരണം കൊണ്ടാണ് ലൈനിങ്ങിൻ്റെ മുകളിൽ കൂടെ സ്റ്റിച്ച് ചെയ്തിട്ട് വരുന്നത്. അതേസമയം ക്യാൻവാസിലെ കട്ട് ചെയ്തേക്കണെച്ചെങ്കിൽ ക്യാൻവാസിൻ്റെ ഉള്ളിൽ കൂടെയാണ് കേട്ടോ സ്റ്റിച്ചും കാര്യങ്ങളൊക്കെ വരേണ്ടത്. അപ്പോൾ ഇത് ക്ലോത്ത് ആയ കാരണം കൊണ്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. അപ്പോൾ ഇതേപോലെ റൗണ്ട് നെക്ക് ബാക്ക് സൈഡാണ് ഇത് ചെയ്യണത്. അപ്പോൾ റൗണ്ട് നെക്ക് കംപ്ലീറ്റ് ഇതേപോലെ റൗണ്ട് ചെയ്തിട്ട് സ്റ്റിച്ച് ചെയ്തിട്ട് എടുക്കുക കേട്ടോ. അപ്പോൾ അതിന് ശേഷം ആം ഹോളും ഇതേപോലെ തന്നെ സ്റ്റിച്ച് ചെയ്തെടുക്കുക. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ കറക്റ്റായിട്ട് സ്റ്റിച്ച് ഒരേ ലെവലിൽ വരാൻ വേണ്ടിയിട്ട് ഞാൻ ജസ്റ്റ് ഇങ്ങനെ ലൈൻ വരച്ച് കൊടുത്തിട്ടുണ്ട്. ഒരു 4 ഇഞ്ച് ഗ്യാപ്പ് ഇട്ടിട്ട് ഫുൾ റൗണ്ട് ചെയ്തിട്ട് ഞാൻ ലൈൻ വരച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അതിൻ്റെ മുകളിൽ കൂടെ സ്റ്റിച്ച് ചെയ്ത് എടുക്കണം. എങ്കിൽ മാത്രമേ കറക്റ്റായിട്ട് കിട്ടുള്ളൂ. കാരണം കയറി ഇറങ്ങിയിട്ട് സ്റ്റിച്ചൊക്കെ വന്നു കഴിഞ്ഞാൽ പുറത്തേക്ക് ലൈനിങ്ങൊക്കെ കാണാനുള്ള ചാൻസ് ഒക്കെ ഉണ്ട്. പിന്നെ പുറത്തേക്ക് ആ ഒരു ഫിനിഷിങ്ങും കുറവും കാര്യങ്ങളൊക്കെ എടുത്ത് കാണിക്കും കേട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെ എപ്പോഴും നമ്മൾ കട്ട് ചെയ്തതിന് ശേഷം ഒരു 4 ഇഞ്ച് ഗ്യാപ്പ് വിട്ടിട്ട് ഒരു ഫുള്ളായിട്ട് റൗണ്ട് ചെയ്തിട്ട് ലൈൻ കൊടുക്കുക. അത് നെക്കിൻ്റെ അവിടെ അതുപോലെ ആം ഹോളിൻ്റെ അവിടെയൊക്കെ എപ്പോൾ ചെയ്യുമ്പോഴും കൊടുക്കുമ്പോൾ ഏറ്റവും ബെറ്റർ ആയിട്ടുള്ള കാര്യം. അതേപോലെ തന്നെ ഡബിൾ സ്റ്റിച്ചും കൊടുക്കുക കേട്ടോ. കാരണം എന്താണെന്ന് വെച്ചാൽ പിന്നെ നമ്മൾ ഈ ഒരു സ്റ്റിച്ച് കഴിഞ്ഞാൽ പിന്നെ ആം ഹോളിൻ്റെ അവിടെ വേറെ സ്റ്റിച്ചും കാര്യങ്ങളൊന്നും വരുന്നില്ല. അപ്പോൾ ഇതിങ്ങനെ സ്റ്റിച്ച് ചെയ്തിട്ട് നമ്മളത് നല്ല വശത്ത് പൊട്ട വശത്തേക്ക് മറിച്ചെടുക്കുക ചെയ്യണം. ഇപ്പോൾ നല്ല വശത്ത് വെച്ചിട്ടാണ് സ്റ്റിച്ച് ചെയ്യുന്നത്. അതായത് മെയിൻ ക്ലോത്തിൻ്റെ നല്ല വശത്താണ് നമ്മളിപ്പോൾ ലൈനിങ് വെച്ചിട്ട് സ്റ്റിച്ച് ചെയ്തുകൊണ്ടിരിക്കുന്നത് കേട്ടോ. അതിന് ശേഷം ഇത് കട്ട് ചെയ്തിട്ട് നമ്മൾ പൊട്ട വശത്തേക്ക് മറിച്ചെടുക്കുക ചെയ്യണം കേട്ടോ. അപ്പോൾ സ്റ്റിച്ച് ചെയ്യുമ്പോൾ തന്നെ ഡബിൾ സ്റ്റിച്ച് കൊടുക്കുക. കാരണം ഇതിന് മുകളിൽ കൂടെ സ്റ്റിച്ചോ കാര്യങ്ങളോ ഒന്നും വരുന്നില്ല. നമ്മളിത് സ്റ്റിച്ചിങ് കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ നന്നായി അയൺ ചെയ്തെടുക്കുകയും ചെയ്യണം കേട്ടോ. അപ്പോൾ അത് കാരണം കൊണ്ട് തന്നെ നന്നായി 2 സ്റ്റിച്ച് ഇട്ടിട്ട് അതുപോലെ സ്റ്റിച്ച് തുടങ്ങുമ്പോഴും അവസാനിപ്പിക്കുമ്പോഴും കെട്ടിട്ടിട്ട് ചെയ്യാം കേട്ടോ. അതിന് ശേഷം എക്സ്ട്രാ വരുന്ന പീസുകളൊക്കെ നമ്മൾ കട്ട് ചെയ്ത് കളയട്ടോ. കാരണം നെക്ക് ലൈനിങ്ങിൽ മാത്രമാണ് കട്ട് ചെയ്തിട്ടുണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ആ മോൾ ഭാഗത്ത് നെക്കിൻ്റെ അകലത്തിൻ്റെ ഒരു ഭാഗത്ത് ഒരു പീസ് എക്സ്ട്രാ വെച്ചിട്ട് ഞാൻ എന്താണെന്ന് വെച്ചാൽ നെക്കിൻ്റെ അകലത്തിൽ വ്യത്യാസം വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ആ ഒരു പീസ് കട്ട് ചെയ്ത് മാറ്റാതെ അങ്ങനെ വെച്ചിട്ടുണ്ടായിരുന്നത്. ഇപ്പോൾ നമ്മൾ നെക്കിൻ്റെ ആ എക്സ്ട്രാ വരുന്ന പീസും കാര്യങ്ങളൊക്കെ കട്ട് ചെയ്ത് കളഞ്ഞു. ഇനി ചെറിയ കട്ടുകൾ ഇട്ട് കൊടുക്കട്ടെ. എല്ലാ ഭാഗത്തും കുഞ്ഞു കട്ടുകൾ ഇട്ട് കൊടുക്കട്ടോ. അതിന് ശേഷമാണ് നമ്മളിത് മറിച്ചെടുക്കുന്നത്. അപ്പോൾ നമ്മൾ ഷോൾഡർ നല്ല ഫിനിഷിങ്ങോട് കൂടി ജോയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ബാക്ക് പാർട്ട് മാത്രമാണ് കേട്ടോ മറിച്ചെടുക്കേണ്ട ആവശ്യമുള്ളൂ. ഫസ്റ്റ് ഇതുപോലെ ബാക്ക് പാർട്ട് കംപ്ലീറ്റ് ചെയ്തതിന് ശേഷം ഏതെങ്കിലും ഒരു ഭാഗം, ഒന്നെങ്കിൽ ബാക്ക് പാർട്ട് അല്ലെങ്കിൽ ഫ്രണ്ട് പാർട്ട്, ഏതായാലും ഒരു ഭാഗം നമ്മൾ നന്നായി ഫിനിഷ് ചെയ്തതിന് ശേഷം മറിച്ചെടുത്ത് നന്നായി അയൺ ചെയ്ത് അതുപോലെ ഷോൾഡറിൻ്റെ അവിടെ ജസ്റ്റ് ഒരു സ്റ്റിച്ചും കൊടുക്കുക കേട്ടോ. വെറുതെ ഒരു സ്റ്റിച്ച് പതിച്ചൊരു സ്റ്റിച്ച് കൊടുക്കുക, ഉള്ളിൽ പോവും കാണാത്ത രീതിയിൽ അങ്ങനെ നല്ല നീറ്റാക്കിയിട്ട് എടുക്കുകയായിട്ട് ചെയ്യണം. അതിന് ശേഷം നമ്മൾ അടിവശം മറിക്കാത്ത ആ ഒരു പീസിൻ്റെ ഉള്ളിലേക്ക് ഈ ഒരു ഭാഗം കൂടി വെച്ചിട്ട് ജോയിൻ ചെയ്തെടുക്കുകയാട്ടോ ചെയ്യുന്നത്. ഇപ്പം ഞാനിതാ ആം ഹോളും അതുപോലെ നെക്കൊക്കെ നല്ല ഫിനിഷ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇപ്പം ഞാൻ അയൺ ചെയ്തിട്ടൊന്നുമില്ല, എന്നിട്ട് തന്നെ നല്ല പെർഫെക്റ്റ് ആയിട്ട് കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഇനി അയൺ ചെയ്താലാണ് ഒന്നുകൂടി സെറ്റായിട്ട് വരുള്ളൂ. ഇനി നമ്മൾ നന്നായിട്ട് ഇത് അയൺ ചെയ്ത് കഴിഞ്ഞാൽ ലൈനിങ് ഒന്ന് പുറത്തേക്ക് കാണാത്ത രീതിയിൽ ഇനിയിപ്പം പുറത്ത് കൂടി സ്റ്റിച്ചും കാര്യങ്ങളൊന്നും കൊടുക്കേണ്ട ആവശ്യമില്ല കേട്ടോ. കാരണം അയൺ ചെയ്ത് അത് നല്ല സെറ്റായിട്ട് നിന്നോളും. പിന്നെ എക്സ്ട്രാ പുറത്ത് കാണുന്ന രീതിയിൽ ഒരു സ്റ്റിച്ചോ കാര്യങ്ങളൊന്നും കൊടുക്കേണ്ട ആവശ്യമില്ല കേട്ടോ. അപ്പോൾ ബാക്ക് പാർട്ട് ഇവിടെ നല്ല ഫിനിഷിങ്ങോട് കൂടി കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ഇതേപോലെ തന്നെ ഫ്രണ്ട് പോർഷൻ ചെയ്തെടുക്കണം കേട്ടോ. അപ്പോൾ ഫ്രണ്ട് പോർഷൻ വീനെക്കായ കാരണം കൊണ്ട് ഞാൻ ക്യാൻവാസിലാണ് ചെയ്തേക്കുന്നത്. ക്യാൻവാസ് ലൈനിങ്ങിൽ ഒട്ടിച്ചിട്ട് ചെയ്താൽ മതി. പക്ഷെ ഞാനിത് ഓൾറെഡി മുന്നേ ക്യാൻവാസ് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു വേറൊരു എക്സ്ട്രാ പീസിൽ. അപ്പോൾ ഞാനത് അങ്ങനെ എടുത്ത് വെക്കുക ചെയ്തേക്കുന്നത്. ക്യാൻവാസ് ശരിക്ക് ലൈനിങ്ങിൽ വെച്ചാൽ മതി കേട്ടോ. അപ്പോൾ ഇതും ബാക്ക് പോർഷൻ ചെയ്താൽ അതേപോലെ തന്നെ ഫ്രണ്ട് പോർഷൻ ചെയ്യേണ്ടത് ഇതേപോലെ മെയിൻ ക്ലോത്തിൻ്റെ നല്ല വശത്ത് ലൈനിങ് വെച്ചിട്ട്, അതായത് ഇതേപോലെ നെക്ക് ആദ്യം ഫിനിഷ് ചെയ്തെടുക്കുക. അതിന് ശേഷം ആം ഹോളും ഫിനിഷ് ചെയ്തെടുക്കുക കേട്ടോ. അങ്ങനെ നമ്മൾ ഫിനിഷ് ചെയ്ത് എടുത്തതിന് ശേഷം ഇത് നമ്മൾ നല്ല വശത്തേക്ക് മറിച്ചെടുക്കേണ്ട ആവശ്യമില്ല. ആദ്യം നമ്മൾ ഇതേപോലെ വെച്ചിട്ട് വേണം ഇതിൻ്റെ ഉള്ളിലേക്ക് ബാക്ക് പോർഷൻ്റെ ആ ഫിനിഷ് ചെയ്ത ആ ഭാഗം കൂടി വെച്ചിട്ട് ഷോൾഡർ ജോയിൻ ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോഴാണ് നമ്മൾ ആ ഷോൾഡർ ഹൈഡ് ചെയ്തിട്ട് കിട്ടുള്ളൂ. അതല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ 2 ഭാഗം മറിച്ചിട്ട് ഷോൾഡർ ജോയിൻ ചെയ്യണമെങ്കിൽ കിട്ടില്ല. അപ്പോൾ ഇതേപോലെ ഫ്രണ്ട് പോർഷൻ്റെ ഉള്ളിലേക്ക് ഇതേപോലെ ബാക്ക് പോർഷൻ്റെ ഈ ഒരു ക്ലോത്ത് വെച്ച് കൊടുക്കുക കേട്ടോ. അപ്പോൾ അങ്ങനെ വെക്കുമ്പോൾ ലൈനിങ്ങും ഒരു വശത്ത്, അതുപോലെ മെയിൻ ക്ലോത്തും ഒരു വശത്ത്, ആ ഒരു രീതിയിൽ
രീതിയിലോട്ട് വരിക. അപ്പോൾ നമ്മളത് വെച്ചിട്ട് കറക്റ്റാക്കിയിട്ട് മടക്കും കാര്യങ്ങളൊന്നും ഇല്ലാണ്ട് കറക്റ്റായിട്ട് ഷോൾഡറിൻ്റെ ഭാഗം നല്ല നീറ്റാക്കിയിട്ട് തന്നെ വെക്കണം കേട്ടോ. അതല്ലാന്നുണ്ടെച്ചെങ്കിൽ എവിടെയെങ്കിലുമൊക്കെ ചുരുണ്ടിട്ട് ഇതായിട്ടൊക്കെ ഇരിക്കുമ്പോൾ അതൊരു വൃത്തി ഉണ്ടാവില്ല. അപ്പോൾ അത് വെച്ച് കഴിഞ്ഞാൽ ഒന്നിനെങ്കിൽ ഒരു സ്ക്രൂ ഡ്രൈവറോ കാര്യങ്ങളോ അതിൻ്റെ ഉള്ളിലേക്ക് വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് നല്ല അവിടെ ഇവിടെയൊക്കെ എന്തെങ്കിലും ചുരുണ്ടിരിക്കുന്നുണ്ടോ നോക്കിയിട്ട് ക്ലിയർ ചെയ്തെടുക്കണം കേട്ടോ. അപ്പോൾ അത് ഇതുപോലെ വെച്ചതിന് ശേഷം നല്ല നീറ്റാക്കിയിട്ട് വെച്ചതിന് ശേഷം നമ്മൾ ജസ്റ്റ് ഇങ്ങനെ ഒരൊറ്റ സ്റ്റിച്ച് കൊടുക്കുകയല്ലേ ചെയ്യേണ്ടത് ഷോൾഡർ ജോയിൻ ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ സ്റ്റിച്ച് ചെയ്യുമ്പോൾ അവസാനിക്കുമ്പോൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമ്മൾ നന്നായി കെട്ടിട്ടിട്ട് ചെയ്യുക. അതേപോലെ തന്നെ ഡബിൾ സ്റ്റിച്ചും കൊടുക്കുക. കാരണം പുറത്തേക്ക് ഇനി വേറെ സ്റ്റിച്ച് വരുന്നില്ല. അപ്പോൾ ഈ ഉള്ളിൽ കൊടുക്കുന്ന സ്റ്റിച്ച് മാത്രമാണ് നമുക്ക് വരുന്നുള്ളൂ. അപ്പോൾ വീണ്ടും എന്താ പറയുക, നമ്മൾ 2-3 സ്റ്റിച്ചൊക്കെ ഷോൾഡറിൻ്റെ ഭാഗത്ത് കൊടുക്കാട്ട് വിട്ട് വരാതിരിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇതേപോലെ ഞാൻ ഷോൾഡർ ജോയിൻ ചെയ്തിട്ടുണ്ട്. ഇനി നമ്മൾ പുറത്തേക്ക് മറിക്കുമ്പോൾ ഷോൾഡർ ജോയിൻ ചെയ്തതിന് ശേഷമാണ് കേട്ടോ നമ്മൾ ഇനിയിപ്പോൾ ഫ്രണ്ട് പോർഷൻ പുറത്തേക്ക് മറിച്ചെടുക്കണം. കണ്ടില്ലേ, ഇപ്പോൾ നല്ല നീറ്റായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട്. ബാക്ക് സൈഡും അതേപോലെ തന്നെ ഫ്രണ്ട് പോർഷനും നല്ല നീറ്റായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഇതേപോലെ തന്നെ ഓപ്പോസിറ്റ് മറ്റേ ഷോൾഡറും കൂടി നമുക്ക് ജോയിൻ ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ നമുക്ക് സ്ലീവ്ലെസ് ഒക്കെ ഇടുമ്പോൾ നമുക്ക് ആ ഷോൾഡറിൻ്റെ ഒരു ഭാഗം ഇങ്ങനെ തയ്യൽ തുമ്പ് കാണുക, അല്ലെങ്കിൽ ആം ഹോളിൻ്റെ ഒരു ഭാഗത്ത് ഇതുപോലെ സ്റ്റിച്ചൊക്കെ പുറത്തൊക്കെ കാണുമ്പോൾ അതൊക്കെ ഒരു വൃത്തികേടാണ്. അപ്പോൾ ഇങ്ങനെ ചെയ്യുമ്പോൾ നല്ല ഫിനിഷിങ്ങോട് കൂടിയിട്ട് തന്നെ നമുക്ക് കിട്ടും. ഇനി നോർമലായിട്ട് നമ്മൾ സൈഡ് കൂട്ടിയിട്ട് ഏലൈനാണെങ്കിൽ ഏലൈൻ ഇപ്പോൾ എങ്ങനെയാണ് നമ്മൾ നോർമലായിട്ട് ചുരിദാർ സ്റ്റിച്ച് ചെയ്യാറ്, അപ്പോൾ അതേ മെത്തേഡിൽ പിന്നെ സ്റ്റിച്ച് ചെയ്തെടുക്കുക കേട്ടോ. ഞാൻ ഇപ്പോൾ ഇതിൽ ആം ഹോളിൻ്റെയും നെക്കിൻ്റെയും അതുപോലെ ഈ ഷോൾഡറിൻ്റെയും പോർഷൻ മാത്രമാണ് ഇപ്പോൾ ഇതിൽ കാണിക്കുന്നുള്ളൂ. അപ്പോൾ ഇതേപോലെ ചെയ്തതിന് ശേഷം നോർമലായിട്ട് നമ്മൾ സ്റ്റിച്ച് ചെയ്യണ പോലെ സ്റ്റിച്ച് ചെയ്തിട്ട് എടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ ഷോൾഡറും അതുപോലെ ആം ഹോളും നല്ല നീറ്റാക്കിയിട്ട് ഇങ്ങനെയായിട്ട് നമ്മൾ ചെയ്തെടുക്കേണ്ടത്. അപ്പോൾ ഞാൻ ഇതിൻ്റെ ഫുൾ ഫിനിഷിങ് കഴിഞ്ഞിട്ടുള്ളൊരു ഫോട്ടോ കാണിച്ചു തരാം. അപ്പോൾ ഇതുപോലെ ഇപ്പോൾ ഞാനിപ്പോൾ കണ്ടില്ല നല്ല നീറ്റ്. ഇതിൻ്റെ ഇപ്പോൾ സ്ലിറ്റ് ടോപ്പാണ്. ഇപ്പോൾ നല്ല ഫിനിഷിങ്ങോട് കൂടിയിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട് കേട്ടോ. പിന്നെ ലൈനിങ് നമുക്ക് കസ്റ്റമർ കൊടുന്ന് തന്നത് കൊണ്ടാണ് കളർ ഡിഫറൻസ് അവരെടുത്തിട്ട് ഞാൻ തന്നെ തന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ. അപ്പോൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക, അതേപോലെ തന്നെ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക.